വാക്സിനേഷനെ കുറിച്ച്, വാക്സിനേഷൻ എടുക്കുന്നതിനെ കുറിച്ച് പലരും പല സംശയങ്ങളും പറഞ്ഞു. വാക്സിനേഷൻ മുടങ്ങിപ്പോയത് എനിക്ക് അറിയില്ലായിരുന്നു വാക്സിനേഷൻ എടുക്കണമെന്നുള്ളത്. അപ്പോൾ അതിന്റെ സമയം എങ്ങനെയാണ്, എന്താണെന്ന് പലരും ചോദിച്ചു. ഈ എല്ലാ അമ്മമാർക്കും അംഗൻവാടിയിൽ നിന്ന് മാതൃശിശു പരിപാലനത്തിന്റെ അമ്മയും കുഞ്ഞും ബുക്ക് നൽകപ്പെടുന്നതാണ്. അതിന്റെ ബാക്ക് സൈഡിൽ വാക്സിനേഷൻ കാർഡ് ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ട്. ഇത് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ അനുസരിച്ച് ഗവൺമെന്റിൽ നിന്ന് നൽകുന്ന എല്ലാ വാക്സിനേഷൻസിന്റെ ഡീറ്റെയിൽസ്, ഏതൊക്കെ മാസം ഏതൊക്കെ എങ്ങനെ എടുക്കണമെന്നുള്ളതും വൈറ്റമിനെ ഏതൊക്കെ മാസമാണ് കൊടുക്കേണ്ടതെന്നുള്ളതും ഓപ്ഷണൽ എടുക്കണതിൻ്റെ ഒരു സെപ്പറേറ്റ് ചാർട്ടും എല്ലാമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. പ്രൈവറ്റ് സെക്ടേഴ്സിൽ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ ഷെഡ്യൂൾ അനുസരിച്ച് ഓപ്ഷണൽ വാക്സിനേഷൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാർഡുകളാണ് ഉള്ളത്. ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിന്റെ കാർഡ് ഞാൻ ഇതിനകത്ത് ഇടുകയും ചെയ്യും. അപ്പം ഏതെങ്കിലും ഒരു ഷെഡ്യൂൾ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഏത് വാക്സിനേഷൻ എന്ന്, എപ്പോഴും, എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത് നമ്മളത് നോക്കിയിട്ട് 1.5, 2.5, 3 മാസം, ഓപ്ഷനിൽ എടുക്കുന്നുണ്ടെങ്കിൽ 6-ാം മാസം, 7-ാം മാസം, 9-ാം മാസം എടുക്കേണ്ടത്, 15-ാം മാസം എടുക്കേണ്ടത്, 1 വയസ്സിൽ എടുക്കേണ്ടത്, അങ്ങനെ കൃത്യമായിട്ട് കുഞ്ഞിന്റെ പ്രായത്തിന് തത്തുല്യമായിട്ട് പോയി നോക്കി കൃത്യമായിട്ട് എടുക്കുക. ഓപ്ഷണൽ വാക്സിനേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ ഷെഡ്യൂൾ അനുസരിച്ച് നോർമൽ വാക്സിനേഷൻസ് അല്ലാതെ സർട്ടൻ സ്പെസിഫിക് ഡിസീസസിനെതിരെ നമ്മൾ പ്രത്യേകമായിട്ട് എടുക്കുന്ന കുത്തിവയ്പ്പുകളാണ്. ഇത് താല്പര്യമുള്ളവർക്ക് പോയി എടുത്താൽ മതിയാകും. എടുത്താൽ എന്തുകൊണ്ടും കുഞ്ഞുങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടുള്ള ഘടകങ്ങൾ കിട്ടുന്നതാണ്. സ്കൂളിലൊക്കെ പോകുമ്പോൾ അസുഖങ്ങൾ വരാതിരിക്കാൻ അത് സഹായിക്കുകയും ചെയ്യുന്നതായിരിക്കും.